ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. എന്നിട്ട് അവർ ചോദിച്ചത് ഐസഡിന്റെ ഗ്രാഫാണ്. ഇത് ഇൻപുട്ട്. ഇൻപുട്ടിന്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിന്റെ ഐസഡിന്റെ ഗ്രാഫാണ് അവർ ചോദിച്ചത്. നമുക്കറിയാം നമ്മുടെ ഡയോഡ്, സെനർ ഡയോഡിന്റെ ഫംഗ്ഷൻ എന്താ? വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യും. വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്ന എപ്പോഴാ? 1K അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടി 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 വന്നിട്ട് VZ ആകുമ്പോൾ അവിടെ റെഗുലേറ്റ് ചെയ്ത് വെക്കും. ഈ 1K അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എങ്ങനെയാ കൂടി കൂടി വരിക? അത് കറണ്ട് കൂടുന്നതനുസരിച്ചായിരിക്കും ആ വോൾട്ടേജ് കൂടുക. നമുക്കിവിടെ ഒരു കറണ്ട് ഉണ്ട്, I. ആദ്യം 0 to a particular ഒരു പർട്ടിക്കുലർ I. ഇവിടെ കറണ്ട് ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും? വി ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടി കൂടി വരും 0യിൽ നിന്ന്. ദെൻ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ VL എന്ന് പറയുന്നത് VZ ആകും. അങ്ങനെ VL എന്ന് പറയുന്നത് VZ ആയി കഴിഞ്ഞാൽ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഫിക്സ്ഡ് ആയി കഴിയും. പിന്നെ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടൂല, അതായത് ലോഡിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് പിന്നെ കൂടൂല. പിന്നെ എത്ര കറണ്ട് കൂടുതൽ വന്നാലും അത് മുഴുവൻ IZലൂടെ ആയിരിക്കും പോവുക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? VZ അവർ തന്നിട്ടുണ്ട് 5 വോൾട്ട്. കറസ്പോണ്ടിങ് കറണ്ട് എത്രയായിരിക്കും? V/R 5/1K equal to 5 മില്ലി ആംപിയർ. നമ്മുടെ കറണ്ട് 0യിൽ നിന്ന് 5 മില്ലി ആംപിയർ വരുന്നത് വരെ ഈ ലോഡിലൂടെ ആയിരിക്കും ഒഴുകുക. കാരണം അത്രയും സമയം നമുക്ക് ജനർ ഓഫ് ആണ്, നമ്മുടെ വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആക്കി നിർത്തേണ്ട ആവശ്യമില്ല. എപ്പോ VZൽ എത്തുന്നോ അപ്പൊ നമുക്ക് അവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവും. അതിനുശേഷം വരുന്ന കറണ്ട് മുഴുവൻ ഈ സെനർ ഡയോഡിലൂടെ പോകും. പോയിന്റ് ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ ഇപ്പം VZലുള്ള കറണ്ട് എത്രയാ? 5 മില്ലി ആംപിയർ. ലോഡ് കറണ്ട് കൂടി കൂടി വന്ന് 5 മില്ലി ആംപിയർ വരെ, 10 മില്ലി ആംപിയർ, 5 മില്ലി ആംപിയർ വരെ ഈ ലോഡിലൂടെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ നമ്മുടെ VZ ഓപ്പൺ ആണ്, അതായത് ഓഫ് ആണ്. ദെൻ ഈ 5 മില്ലി ആംപിയറിന് മുകളിലേക്ക് വരുന്ന ടൈമില് എന്ത് ചെയ്യും? ഈ സെനർ ഡയോഡ് ഓൺ ആവാൻ തുടങ്ങും. അപ്പൊ കറണ്ട് മുഴുവൻ അതിലേ പോകും. ദെൻ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരയ്ക്കാം? ഇത് IZന്റെ ഔട്ട്പുട്ട് ആണ്. 0യിൽ നിന്ന് തുടങ്ങി T1 വരെ
ജനറിലൂടെ കറണ്ട് പോകൂല. ആ കറണ്ട് മുഴുവൻ പോകുന്നത് ലോഡിലൂടെ ആയിരിക്കും. T1 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനർ ഓൺ ആകും, വോൾട്ടേജ് ഫിക്സ്ഡ് ആയിരിക്കും. വോൾട്ടേജ് ഫിക്സ്ഡ് ആയി കഴിഞ്ഞാൽ വരുന്ന കറണ്ട് മുഴുവൻ VZ-ലൂടെ ജനർ ഡയോഡിലൂടെ പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉത്തരം കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് T2, ഇത് T3 ആണെങ്കിൽ ഇത് T2, ഇത് T3. അതായത് ഈ T2 to T3 എന്ന് പറയുന്ന ടൈമില് കറണ്ട് എന്താ 5 മില്ലി ആംപിയറിനെക്കാട്ടിയും കുറവാണ്. അപ്പൊ നമ്മുടെ ജനർ ഓൺ ആവേണ്ട ആവശ്യമില്ല, ജനർ ഓഫ് ആയിരിക്കും. അപ്പൊ ആ കറണ്ട് മുഴുവൻ ലോഡിലൂടെ പോകും. നമ്മളോട് അവർ ചോദിച്ചേക്കുന്നത് ജനറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഗ്രാഫാണ്. ഇതിന്റെ ഉത്തരം ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. അടുത്തൊരു ഓപ്പാമ്പാണ് അവർ തന്നേക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരു ഓപ്പാമ്പ് വന്നിട്ടുണ്ട്. Vin ഈക്വൽ ടു 1 വോൾട്ട്. ഈ പോയിന്റ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഇത് 1K, ഇത് 1K. ഈ V0 ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഇത് കണ്ടെത്താൻ എളുപ്പമല്ലേ? ഇതൊക്കെ തെറ്റിക്കാന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താ? നമ്മളുടെ ഓപ്പാമ്പിന്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലും ഇൻവെർട്ടിംഗ് ടെർമിനലിലും ഒരേ വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് 0 വോൾട്ട്. ഞാൻ ഇവിടെ KCL ചെയ്യാൻ പോവാ. 0 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1K പ്ലസ് 0 മൈനസ് V0 ഡിവൈഡ് ബൈ 1K ഈക്വൽ ടു 0. Then 0 ഈക്വൽ ടു 1 വോൾട്ട് എന്ന് കിട്ടും. മൈനസ് 1 വോൾട്ട്. Yes, 0 equal to V0 equal to minus 1 വോൾട്ട് എന്ന് കിട്ടും. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? V0 ആയിരുന്നു ചോദ്യം. ഇതും തെറ്റിച്ചവരുണ്ട്. അടുത്ത ചോദ്യം. Find the Fourier transform integral dx. ക്വസ്റ്റ്യൻ ഇങ്ങനെയാ. Find the Fourier transform of integral dx e raised to I kx f of x. Find the Fourier transform integral dx e raised to I kx f of x of the f of x equal to delta of x plus summation over n equal to 1
summation over n equal to 1 to infinity d power n divided by dx power n delta of x. ഇതായിരുന്നു ചോദ്യം. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഒരു കാര്യം നിങ്ങൾ അറിയണമായിരുന്നു. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ലിമിറ്റ് -∞ to +∞ ആണ്. അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ -∞ to +∞ dx e raised to I kx delta of x, sorry, e raised to I kx f of x. f of x dx. നമുക്കിവിടെ f of x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡെൽറ്റ ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 1 to infinity d power n by dx power n delta of x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ -∞ to +∞ dx e raised to I kx delta of x plus summation over n equal to 1 to infinity d power n by dx power n delta of x. നമ്മള് ഒരു പ്രോപ്പർട്ടി പറഞ്ഞായിരുന്നു, ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഡാഷ് ഓഫ് എക്സ് എന്തായിരുന്നു? -1 ഹോൾ പവർ 1 ഇന്റഗ്രൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ്. ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യണം. ഞാൻ ഈ ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യാണ്. -∞ to +∞ dx e raised to I kx delta of x dx, dx ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ, പ്ലസ് -∞ to +∞ ഞാൻ n equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. d by dx ഡെൽറ്റ ഓഫ് dx e raised to I kx d by dx delta of x plus -∞ to +∞ dx e raised to I kx d square by dx square delta of x പ്ലസ് എക്സെട്ര. അങ്ങനെ ടേംസ് പോകും. ഞാൻ ഒന്നും ചെയ്തില്ല, ഇതിനെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുത്തു. പിന്നെ n equal to 1 n equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി +∞ പ്ലസ് എക്സെട്ര എന്ന് എഴുതി. Then -∞ to +∞ dx e raised to I kx delta of x. ഞാൻ ഒന്നുകൂടെ എഴുതാണ്. പ്ലസ് -∞ to +∞ dx e raised to I kx d by dt of delta x plus -∞ to +∞ dx e raised to I kx d square by dx square ആണ്, dx ആണ്, d by dx d square by dx square delta of x plus etc. Then ഫസ്റ്റിന്റെ എന്താ? നമ്മൾ ഇന്റഗ്രൽ
a to b f of x delta of x minus c dx. ഇതിന്റെ ഉത്തരം എന്താ? f of c എപ്പം if c includes closed interval ab equal to 0 if c not in the closed interval ab. എബിക്ക് അകത്താണ് സി എങ്കിൽ ഇതിന്റെ ഉത്തരം എഫ് ഓഫ് സി എന്ന് വരും. എബിക്ക് വെളിയിലാണ് സി എങ്കിൽ ഇതിന്റെ ഉത്തരം 0 എന്ന് വരും. ഇവിടെ ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് 0 അല്ലേ? ഈ എക്സ് മൈനസ് 0 മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയ്ക്കല്ലേ? ദെൻ അപ്പൊ എന്ത് കിട്ടും? എഫ് ഓഫ് 0. ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0 വരും. അപ്പൊ 1 കിട്ടും. ഫസ്റ്റ് ടേം 1 പ്ലസ് സെക്കൻഡ് ടേം എന്താ? ഡി ബൈ ഡി എക്സ് വന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് വന്നാൽ ഡെറിവേറ്റീവിനെ ഫംഗ്ഷനിലേക്ക് മാറ്റണം. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവിനെ ഫംഗ്ഷനിലേക്ക് മാറ്റണം. എന്നിട്ട് -1 പവർ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ അത് എടുക്കണം. ഇവിടെ എന്ത് കിട്ടും? -1 പവർ 1 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ കെ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഐ കെ ഇ റൈസ് ടു ഐ കെ എക്സ് ഡെൽറ്റ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സെക്കൻഡ് ടൈം എങ്ങനെ വരും? ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ? -1 ഹോൾ പവർ 2 മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ റൈസ് ടു ഐ കെ എക്സിനെ 2 തവണ ഡെറിവേറ്റീവ് എടുത്താൽ ഐ കെ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര. ഇനി ഈ ഡെൽറ്റ ഓഫ് എക്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു 1 പ്ലസ് -1 ഹോൾ പവർ 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ കെ കിട്ടും. പ്ലസ് -1 സ്ക്വയർ 1 ഐ കെ ഹോൾ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എടുത്താൽ 1 കിട്ടും. പ്ലസ് എക്സെട്ര. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് ഐ കെ പ്ലസ് 1 പ്ലസ് ഞാൻ ഐ കെനെ ഇങ്ങനെ ഒരുമിച്ച് എഴുതുവാണേ. മൈനസ് ഐ കെ പ്ലസ് ഐ കെ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതൊരു ജി പി ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1, കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ 6 ഈക്വൽ ടു മൈനസ് ഐ കെ എന്ന് എടുത്തു. ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ടേമിനെ മൈനസ് ഐ കെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. സെക്കൻഡ് ടേമിനെ മൈനസ് ഐ കെ ഇൻറ്റു മൈനസ് ഐ കെ ചെയ്താൽ മൈനസും മൈനസും പ്ലസ് ആയി പോയിട്ട് ഐ കെ സ്ക്വയർ കിട്ടും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ദെൻ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് മൈനസ് ഐ കെ പ്ലസ് ഐ കെ സ്ക്വയർ പ്ലസ് എക്സെട്ര ഈക്വൽ ടു സം ഓഫ് n ടേംസ് ഇൻ ജി പി a by 1 minus r sum of infinite terms a equal to 1 divided by 1 minus ik equal to 1 divided by 1 plus ik എന്ന് ഉത്തരം കിട്ടും. ഇതാണ് ഉത്തരം. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ അല്ല ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മിസ്സായില്ലല്ലോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ ഇതാണ്. എ മെട്രിക്സ് A has eigenvalues e raised to I pi by 5 and e raised to I pi by 6. The smaller value of n such that a power n equal to I. ഇതാണ് ചോദ്യം. ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. അതിന് ഇ റേസ് ടു ഐ പൈ ബൈ 5ഉം ഇ റേസ് ടു ഐ പൈ ബൈ 6ഉം ആണ് അതിന്റെ ഐഗൺ വാല്യൂസ് എന്ന് അവർ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെട്രിക്സ് എനെ ഒരു എ പവർ എൻ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ ഐ വരും എന്നാണ് അവർ ചോദ്യത്തിൽ തന്നേക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാം? പിന്നെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാം എ പവർ എൻ. ഞാൻ ഇതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു. 1 എന്ന് കിട്ടൂലോ. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. ദെൻ നമ്മൾ മെട്രിക്സിന്റെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഇ റേസ് ടു ഐ പൈ ബൈ 5 ഇൻറ്റു ഇ റേസ് ടു ഐ പൈ ബൈ 6 അല്ലേ? ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് അല്ലേ ഡിറ്റർമിനന്റ്? ദെൻ നമ്മള് മെട്രിക്സിൽ എന്ത് ചെയ്യുന്നോ ആ മാറ്റം നമ്മുടെ ഐഗൺ വാല്യൂസിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ എ പവർ എന്നിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ എൻ പൈ ബൈ 5 പ്ലസ് ഇ റേസ് ടു ഐ എൻ പൈ ബൈ 6 ആണ്. ഇൻറ്റു ഇതാണ് എ പവർ എൻ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇ റേസ് ടു ഐ എൻ പൈ ബൈ 5 ഇൻറ്റു ഇ റേസ് ടു ഐ എൻ പൈ ബൈ 6. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മെട്രിക്സിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നോ അത് നമ്മുടെ ഐഗൺ വാല്യൂസിലും എഫക്ട് ചെയ്യും. ആദ്യത്തെ പോയിന്റ് എന്താ? മെട്രിക്സ് ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് ആണ്. ദെൻ ഞാൻ അതിനെ എ പവർ എൻ എടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐഗൺ വാല്യൂസിനെയും പവർ എൻ എടുക്കണം. എന്നിട്ട് അവർ തന്നേക്കുവാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 1 ആണ്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് എൻ സച്ച് ദാറ്റ് എ പവർ എൻ ഈക്വൽ ടു ഐ? സ്മോളസ്റ്റ് വാല്യൂ നമുക്കിപ്പം ഏറ്റവും അവസാനം കിട്ടിയത് എന്താ? ഇ റേസ് ടു ഐ എൻ പൈ ബൈ 5 ഇൻറ്റു ഇ റേസ് ടു ഐ എൻ പൈ ബൈ 6 ഈക്വൽ ടു 1. ഞാൻ ഇതിനെ ആഡ് ചെയ്യാൻ പോവാ. ഇ റേസ് ടു ഐ എൻ പൈ ഇൻറ്റു 1 by 5 plus 1 by 6. 11 divided by 30 equal to 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന n കണ്ടെത്താനാണ് നമുക്ക് അവരോട് ചോദിച്ചേക്കുന്നത്. അവർ n ഈക്വൽ ടു 20 എന്ന് തന്നിട്ടുണ്ട്. അതെ, ഇ റേസ് ടു 0 1 ആണ്. ഇ റേസ് ടു 0. ഇ റേസ് ടു ഐ പൈയോ -1 ആണ്. ഇ റേസ് ടു 2 ഐ പൈയോ +1 ആണ്. ഇ റേസ് ടു 3 ഐ പൈയോ അത് -1 ആണ്. ഇ റേസ് ടു 4 ഐ പൈയോ അത് +1 ആണ്. അതായത് എന്നിന് ഈവൻ വാല്യൂസ് വന്നാൽ മാത്രമേ ഇതിന്റെ വാല്യൂ 1 ആയി മാറുകയുള്ളൂ. മേളിൽ ഇത് ചെയ്യുമ്പോൾ ഈവൻ വാല്യൂസ് വരണം. n ഇൻറ്റു 11/30 എന്നുള്ളത് ഈവൻ വാല്യൂസ് വരണം. ഓപ്ഷനിൽ തന്നേക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ 20 ആണ്. ഞാൻ 20 ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 ഇൻറ്റു 11/30 എന്ത് കിട്ടും? ഒരിക്കലും ഒരു ഈവൻ വാല്യൂ കിട്ടില്ല. 22 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഇതൊരു ഈവൻ വാല്യൂ അല്ലല്ലോ, ഇന്റിജറേ അല്ല. സെക്കൻഡ് ഓപ്ഷൻ
ബി 30 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 30 ഇൻറ്റു 11/30 എന്ന് കിട്ടും. കട്ട് ചെയ്ത് പോകും, 11 കിട്ടും. ഇത് ഈവൻ അല്ല, ഇന്റിജർ ആണ് ബട്ട് ഈവൻ അല്ല. ഇത് ചെയ്താൽ നമുക്ക് -1 കിട്ടുക. ഫോർ തേർഡ് ഓപ്ഷൻ ചെയ്യുമ്പോൾ 60 ആണ്. 60 ഇൻറ്റു 11/30 ചെയ്യുമ്പോൾ 22 എന്ന് കിട്ടും. അതാണ് ഉത്തരം. ഈ ചോദ്യം ആർക്കെങ്കിലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരണമെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ. പറഞ്ഞു തരണം ആർക്കെങ്കിലും? ആ ചോദ്യം ഇങ്ങനെയായിരുന്നു. ഒരു മെട്രിക്സ് അതിന്റെ ഐഗൺ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ആ മെട്രിക്സിനെ nth പവർ എടുക്കുവാണ്, a പവർ n. a പവർ n എടുക്കുമ്പോൾ അതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആകും എന്നാണ് അവർ പറയുന്നത്. ഐഡന്റിറ്റി മെട്രിക്സ് ആയാൽ നമ്മൾ അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എന്ത് പറ്റും? 1 കിട്ടും. ഇനി നമ്മുടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താ? മോഡുലസ് എന്ന് പറയുന്നത് എന്താ? ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ nth പവറിന്റെ മോഡുലസ് എടുത്താലോ ഐഗൺ വാല്യൂസിനും ആ nth പവർ ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇഫ് a എന്ന് പറയുന്ന ഡിറ്റർമിനന്റിന്റെ ഐഗൺ വാല്യൂ λ1 ഉം λ2 ഉം ആണെങ്കിൽ മോഡ് a എന്ന് പറഞ്ഞാൽ λ1 ഇൻറ്റു λ2 അല്ലേ? മോഡ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ λ1 സ്ക്വയർ ഇൻറ്റു λ2 സ്ക്വയർ ആണ്. അതായത് നമ്മൾ a എന്ന് പറയുന്ന മെട്രിക്സിനെ എന്തെടുക്കുന്നോ അതൊക്കെ ഈ ഐഗൺ വാല്യൂവിലും എഫക്റ്റ് ആയിട്ട് വരും. ദെൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കിട്ടും. e⁻n⁵ ഇൻറ്റു e⁻n⁵ ഈക്വൽ ടു 1 കിട്ടും. ആ കൺക്ലൂഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ LCM കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ i ഇൻറ്റു n⁻ ഇൻറ്റു 11/30 ഈക്വൽ ടു 1. ഈവൻ പൈ വാല്യൂസ് ആണ് 1, ഓഡ് പൈ വാല്യൂസ് -1 വരും. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനകത്ത് ഈവൻ വരുമോ എന്ന് നോക്കുക. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞൊരു 120 ഉണ്ട്. ഈ 120 ഇടുമ്പോഴും ഈവൻ വരും. പക്ഷെ ക്വസ്റ്റ്യനിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്മോളസ്റ്റ് വാല്യൂ ആണ്, സ്മോളസ്റ്റ് n വാല്യൂ. ദെൻ നമ്മുടെ ഉത്തരം 60 ആണ്. ഇനി ആർക്കും വേണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. യു അതൊരു യൂണിറ്ററി മെട്രിക്സ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ തരുന്നുണ്ട് കേട്ടോ യൂണിറ്ററി മെട്രിക്സ് എന്താന്നുള്ളത്. യു ഡാഗർ യു ഈക്വൽ ടു ഐ ഈക്വൽ ടു യു ഡാഗർ. എന്നിട്ട് ഒരു ചോദ്യത്തിൽ പറയുവാണ് ഡിറ്റർമിനന്റ് യു ഈക്വൽ ടു e⁻i⁵. ഓക്കെ. എന്നിട്ട് അവർ പറയുവാണ് നമുക്കൊരു വി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടാക്കണം, അതും യൂണിറ്ററി ആയിരിക്കണം. വി ഡാഗർ വി ഈക്വൽ ടു ഐ. ബട്ട് അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഓക്കെ. ചോദ്യം ഇതാണ്. ഒരു യൂണിറ്ററി മെട്രിക്സ് യു തന്നിട്ടുണ്ട്. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ യു ഡാഗർ യു ഈക്വൽ ടു ഐ. അതിന്റെ ഡിറ്റർമിനന്റ് e⁻i⁵ ആണ്. നമുക്ക് അതിൽ നിന്ന് ഒരു വി എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്ററി മെട്രിക്സ് എടുക്കണം. അതിന്റെ ഡിറ്റർമിനന്റ് 1 ആയിരിക്കണം. ഓക്കെ. ഡിറ്റർമിനന്റ് KA which is equal to k⁻n_a. ഇങ്ങനെ ഒരു ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് n x n മെട്രിക്സ് ആണെങ്കിൽ
ഡിറ്റർമിനന്റ് കെ എ ഈക്വൽ ടു കെ പവർ എൻ എ. ഓക്കെ, എന്നിട്ട് അവര് ഓപ്ഷൻസ് തന്നേക്കുവാണേ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൾട്ടിപ്ലൈയിങ് u by e raised to minus I 5/2. ഞാൻ യുവിനെ e raised to minus I 5/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിറ്റർമിനന്റ് എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ യു എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. e raised to minus I 5/2 പവർ 2 ഇൻറ്റു ഡിറ്റർമിനന്റ് യു. അപ്പോൾ e raised to minus I 5/2 പവർ 2 എന്ന് പറഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. e raised to minus I 5. ഡിറ്റർമിനന്റ് യു എന്ന് പറഞ്ഞാൽ e raised to I 5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മുടെ വി ആയി. വി എങ്ങനെ കണ്ടെത്താം എന്നായിരുന്നു ചോദ്യം. അവർ ഒന്നാമത്തെ ഓപ്ഷൻ തന്നേക്കുന്ന തന്നെ മൾട്ടിപ്ലൈയിങ് യു ബൈ ഇ റേസ് ടു മൈനസ് I 5/2 എന്നാ. ഞാൻ അപ്പൊ വി ഈക്വൽ ടു യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് I 5/2 എന്ന് കിട്ടും. ഞാൻ അതിനെ ഡിറ്റർമിനന്റ് ഒന്ന് എടുത്തു നോക്കി. അപ്പൊ നമുക്ക് 1 കിട്ടി. പ്രോബ്ലം മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ആകെ ഈ പ്രോപ്പർട്ടിയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. മോഡുലസ് ഓഫ് കെ എ ഈക്വൽ ടു കെ പവർ എൻ എ. നമുക്ക് വി ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയപ്പോൾ അവർ പറയുകയാണ് വി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് I 5/2 പിന്നെ യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന്. ഞാൻ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഡിറ്റർമിനന്റ് ഒന്ന് എടുത്തു നോക്കി വിയുടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. അടുത്ത ചോദ്യം ഒരു 5 1 4 2 എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് തന്നേക്കുവാണ്. ഇതിന്റെ ഐഗൺ വാല്യൂവും ഐഗൺ മെട്രിക്സും ആണ് ചോദിച്ചത്. ഇതിന്റെ ഐഗൺ വാല്യൂ എങ്ങനെ കണ്ടെത്താം? ട്രേസ് 7, ഡിറ്റർമിനന്റോ 6. അപ്പൊ ഐഗൺ വാല്യൂ ഐഗൺ വെക്ടർ എന്താ? 6 into 1 അല്ലേ? 6 plus 1 7 കിട്ടും. 6 into 1 6 കിട്ടും. ദെൻ ഐഗൺ വാല്യൂസ് എന്താ? 6 1. ഇനി ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്താൻ 2x2 മെട്രിക്സിന്റെ ഐഗൺ വെക്ടേഴ്സ് കണ്ടെത്താൻ എങ്ങനെയാ? Asi equal to lambda psi. 5 4 1 2 into xy equal to 6 into xy. Then 5x plus 4y equal to 6x. അതിൽ നിന്ന് എന്ത് എഴുതാം? 4y equal to x എന്ന് എഴുതാം. നമുക്ക് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ എഴുതാം. y 1 ആണെങ്കിൽ x 4 ആയിരിക്കും. അവരവിടെ നോർമലൈസ് ഒന്നും ചെയ്തില്ല, ഇങ്ങനെ തന്നെ ഉത്തരം തന്നേക്കുന്നത് 4 1. ഇനി അറ്റ് ലാംഡ ഈക്വൽ ടു 1 നമുക്ക് ഐഗൺ വെക്ടർ നോക്കാം. ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഐഗൺ വാല്യൂ കണ്ടെത്തി ഐഗൺ വെക്ടർ കണ്ടെത്തുന്നു. ഐഗൺ വെക്ടർ കണ്ടെത്തുമ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ കിട്ടും. 4y ഈക്വൽ ടു x. അതായത് y 1 ആയാൽ x 4 ആയിരിക്കും. അത്രേ ഉള്ളൂ. Then next option, അടുത്തത് അറ്റ് ലാംഡ ഈക്വൽ ടു 1. നിങ്ങൾക്ക് ഇത് മുഴുവൻ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ആദ്യം ഐഗൺ വാല്യൂസ് കണ്ടെത്തി ഓപ്ഷനിലേക്ക് നോക്കുക. അതേപോലെ 2 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഐഗൺ വെക്ടർ കണ്ടെത്താൻ പോയാൽ മതി. ഇതിൽ നിന്ന് എന്ത് എഴുതാം? 5x plus 4y equal to x.
4y equal to minus 4x, y equal to minus x. Then നമുക്ക് കിട്ടും at y equal to 1 ആകുമ്പോൾ x equal to minus 1 ആയിരിക്കും. ഇത് വേണേൽ തിരിച്ചെഴുതാട്ടോ. മൈനസിനെ നമുക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റാം. 1 minus 1 ഇങ്ങനെ എഴുതിയാൽ ഇത് രണ്ടും കറക്റ്റാ. ഉത്തരം കിട്ടും. 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഇത്രയും നേരം പറഞ്ഞ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. സർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യനെ നമ്മളോട് അവര് ഉത്തരം ചോദിച്ചേക്കുന്ന IZന്റെ ഗ്രാഫാ. ഓക്കെ, നമുക്ക് ഇൻപുട്ട് I തന്നിട്ടുണ്ട്. ഈ ജനറേറ്റർ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാ? നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും 1K. ഇങ്ങനെ കറണ്ട് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ആംഗിൾ ആവുമ്പോൾ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ കറണ്ട് ആവുമ്പോൾ വോൾട്ടേജ് VZI എന്ന് വിചാരിക്കുക. ഈ സെനർ ഡയോഡിന്റെ ഫംഗ്ഷൻ എന്താ? വോൾട്ടേജ് റെഗുലേറ്റർ. അതെങ്ങനെയാ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുക? ഈ 1K എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് പോകുന്ന വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യും. V ഈക്വൽ ടു IR അല്ലേ? ഇവിടെ R എന്ന് പറയുന്നത് 1K കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ കറണ്ട് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് ശരിക്കും. അവിടെ ഈ കറണ്ട് 0-യിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ കറണ്ട് I ആകുമ്പോൾ ലോഡ് ഈ 1K അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ ആണെന്ന് വിചാരിക്കുക. അതിനുശേഷം വരുന്ന കൂടുതൽ കറണ്ട് മുഴുവൻ ഈ ജനറിലൂടെ ഫ്ലോ ചെയ്യും. അതാണ് ഇവിടെ വോൾട്ടേജ് റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ, അതായത് ഇനി ഈ പർട്ടിക്കുലർ കറണ്ട് ഏത് കറണ്ടിനാണ് നമ്മുടെ വോൾട്ടേജ് VZ ആകുന്നത് എന്ന് കാണണം. I ഈക്വൽ ടു V/R അല്ലേ? ഇവിടെ V എന്ന് പറയുന്നത് 5 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. R 1K. അതായത് 5 മില്ലി ആംപിയർ കറണ്ട് വരുമ്പോഴാണ് VZ എന്ന വോൾട്ടേജ് വരിക. അതിന്റെ അർത്ഥം എന്താ? 0-യിൽ നിന്ന് തുടങ്ങി 5 മില്ലി ആംപിയർ വരുന്നത് വരെ ലോഡിലൂടെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. ഈ 5 മില്ലി ആംപിയറിന് മുകളിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സെനർ ഡയോഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും, വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം 5 മില്ലി ആംപിയറിന് മുകളിലേക്ക് വരുന്ന കറണ്ട് മുഴുവൻ സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യും, ഈ ലോഡിലേക്ക് പോകൂല. അതാണ് ഇവിടെ ഉത്തരം. 0 to 5 മില്ലി ആംപിയർ വരെയുള്ള കറണ്ട് നമ്മുടെ ലോഡിലൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുക. ലോഡ് 5 മില്ലി ആംപിയർ എത്തിക്കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള കറണ്ട് മുഴുവൻ ജനറിലൂടെ പോകും. അതാണ് ഞാൻ ഇവിടെ തന്നേക്കുന്നത്. ഇവിടെ ഈ 5 മില്ലി ആംപിയർ വരുന്ന T1 എന്ന് പറയുന്ന ടൈമിലാണെങ്കിൽ 0 to T1-ൽ ജനറിലൂടെ കറണ്ട് ഒന്നുമില്ല, ജനറിന്റെ ആവശ്യമില്ല നമുക്കപ്പം. ഈ T1 എന്ന് പറയുന്ന ടൈമിൽ 5 മില്ലി ആംപിയർ ആയി. അപ്പം ജനർ ഓൺ ആകും, ബാക്കി കറണ്ട് മുഴുവൻ ഈ ജനറിലൂടെ ഫ്ലോ ചെയ്യും. അതാണ് ഈ ഗ്രാഫ്. നമ്മളോട് അവർ ചോദിച്ചേക്കുന്ന IZന്റെ ഗ്രാഫാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം ഗ്രൂപ്പിലിട്ടായിരുന്നു, അത് പറയാം.
ഒരു ലൈറ്റ് സോഴ്സ് അതൊരു ഫ്ലൈറ്റിനെ സ്പോട്ട് ചെയ്തു. ദെൻ അപ്പോൾ ഉള്ള ഇതിന്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ നോട്ട് ആണ് അവർ തന്നിട്ടുണ്ട്. ഗ്രൂപ്പിൽ കിടപ്പുണ്ടാകും ക്വസ്റ്റ്യൻ. ദെൻ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ ഇവിടെ എത്തി ഫ്ലൈറ്റ്. അപ്പോൾ ഉള്ള ആംഗുലർ വെലോസിറ്റി എത്രയാണ് എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇത് പല രീതിയിൽ ചെയ്യാട്ടോ. ഒന്നല്ലെങ്കിൽ മൊമെന്റം കൺസർവേഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നതെന്ന്, അല്ല ഇത് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം വെലോസിറ്റി. ഈ ദൂരവും തന്നിട്ടുണ്ട്. ഈ ദൂരം എച്ചാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ ബൈ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ L equal to I omega. I1 omega 1 equal to I2 omega 2. ഇവിടെ I1 എന്താ? ഇവിടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ? M ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ, എം ഡി സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ഡി സ്ക്വയർ ഈക്വൽ ടു എം ഇൻറ്റു എച്ച് സ്ക്വയർ. ഒമേഗ 1 ഈ പോയിന്റിൽ ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്തപ്പോൾ ഉള്ള ഒമേഗ നോട്ട് ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു I2 എന്താ? ഈ പോയിന്റിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, അത് എം, മാസ് എം തന്നെ, പിന്നെ ഡിസ്റ്റൻസ് സ്ക്വയർ. ആ ഡിസ്റ്റൻസ് എന്താ നമ്മൾ കണ്ടെത്തണം. ഇൻറ്റു ഒമേഗ. ഈ ഡിസ്റ്റൻസ് കണ്ടെത്തണം. അതിന് ഇവിടെ ഹൈറ്റ് എച്ച് തന്നിട്ടുണ്ട്. ഇതൊരു യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വി ടി ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വി ടി സ്ക്വയർ. ദെൻ ഈ എം ക്യാൻസൽ ചെയ്ത് കളയാം. എച്ച് സ്ക്വയർ ഇൻറ്റു ഒമേഗ നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയർ ഇൻറ്റു ഒമേഗ. ദെൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് എച്ച് സ്ക്വയർ divided by root of, സോറി ഇവിടെ ഇതില്ല കേട്ടോ, ഇവിടെ സ്ക്വയർ ഉണ്ട്, ഡി സ്ക്വയർ അല്ലേ. ഓക്കെ, ഇവിടെ ഡി സ്ക്വയർ ആണ്. ഡി ആണ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയർ. അപ്പൊ ഇത് ഇവിടെ സ്ക്വയർ വരും. അപ്പൊ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ടി സ്ക്വയർ. ദെൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട്. ഈ എച്ച് സ്ക്വയറിനെ താഴത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 1 പ്ലസ് വി സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ ടി സ്ക്വയർ. ഒമേഗ നോട്ട് എന്താ? വി ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് ഒമേഗ നോട്ട് ഈക്വൽ ടു വി ബൈ ആർ എന്ന് എഴുതാലോ. ഇവിടെ വി ബൈ എച്ച്. ആ വി ബൈ എച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒമേഗ നോട്ട് ഡിവൈഡ് ബൈ 1 പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. ഇതാണ് ഉത്തരം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ. ഇന്ന് ചെയ്ത 6 പ്രോബ്ലത്തിലും ഈ ക്വസ്റ്റ്യനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ ലീവ് ആവാം. കഴിഞ്ഞു. മുഫീദ ഒന്ന് മൈക്ക് ഓൺ ആക്കോ? ഇല്ല. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്ക്. ഉനേഷ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഇല്ല ഇല്ല. അജയ് ചേട്ടാ ഡൗട്ട് ഉണ്ടോ? ഏതാ ഡൗട്ട്? അതായത് എനിക്ക് ബേസിക് ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ പ്രോബ്ലം ഇല്ലേ, മെട്രിക്സ് 5 4 1 2. അപ്പൊ നമ്മള് ട്രേസും കണ്ടു, ഡിറ്റർമിനന്റും ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ എന്റെ വിഷയം ഇതാണെന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ x + y = 0, അതുകൊണ്ട് x = -4 എന്ന് കിട്ടുമല്ലോ. x + y = ഏതാ? ലാംഡ 6 ആകുന്ന കേസിലെ ഐഗൻ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ ലാംഡ = 6 കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ x = 4y എന്ന് കിട്ടുമല്ലോ. x = 4y. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ വാല്യൂ എടുക്കുന്നിടത്ത് എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകും. ഞാൻ ആ ആൻസർ ചെയ്തപ്പോഴും 1 4 ആയിട്ട് കൊടുത്തത്. എനിക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ടേ അതിന്റെ ലോജിക് ഒന്ന് പറഞ്ഞുതരാം എനിക്ക്. ലോജിക് ഒന്നുമില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു വാല്യൂ എടുക്കുക. അതെ അതെ, എക്സിന് 4 എടുത്താല് എക്സിന് 4 എടുത്താൽ y = 1 ഇത് തന്നെ ഇടും. ഒന്നും ചെയ്യാനില്ല, അതിനൊന്നും ചെയ്യാനില്ല. എനിക്കങ്ങോട്ട് ഇതിന്റെ ലോജിക്ക് അങ്ങ് വർക്ക് ആവുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം 1 അങ്ങ് എടുക്കുക. അല്ല, x = -y എന്നാണെങ്കിൽ എക്സിന് 1 കൊടുത്താല് y -1 ആയിരിക്കും അല്ലെ? പക്ഷെ അത് നമുക്ക് മാറ്റി എഴുതാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. -1 അപ്പുറം ഇപ്പുറം എടുക്കാം. മൈനസ് നമുക്ക് അപ്പുറം ഇപ്പുറം എടുക്കാം. അതായത് -1 വെച്ച് ഞാൻ 2 എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ ലോജിക്ക് അങ്ങോട്ട് എന്താ ശരിയാകുന്നില്ല. അപ്പൊ ഞാനത് എഴുതിയപ്പോഴേ 1 4 എന്നാ കിട്ടിയത്. ഓപ്ഷൻ അതിനകത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് വന്നാലും ഞാൻ തെറ്റിക്കുമോ? എനിക്ക് അതിന്റെ ലോജിക്ക് എനിക്ക് എങ്ങനെ എടുക്കുന്നതെന്ന് അങ്ങനെ കിട്ടുന്നില്ല. അതായത് എക്സിന് വാല്യൂ 1 കൊടുത്താല് എക്സിന് വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ y = -1 കിട്ടും. അല്ല ഒരു മിനിറ്റ്, അതല്ല നമ്മുടെ x = 4y. എക്സിന് 1 കൊടുത്താലും y 1/4 കിട്ടും അല്ലെ? x = 4y അവിടെ തന്നെ എഴുതിയാൽ മതി. x = 1. എക്സിന് 1 കൊടുത്താൽ y എന്ന് പറഞ്ഞാല് 1 = 4y, y = 1/4 എന്ന് കിട്ടും. 1/4 കിട്ടും, അതന്നെ, അത് കിട്ടും. അപ്പം അത് കിട്ടിയാ 1 1/4 എന്ന് കിട്ടിയല്ലോ. നമുക്ക് ഒരു കോമൺ മൾട്ടിപ്പിൾ വെച്ച് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്ത് സാധനം വെച്ച് തന്നെയാണെങ്കിലും വൈനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഫ്രാക്ഷൻ കളയാൻ വേണ്ടി. അപ്പൊ 4 1. ഈ സ്റ്റെപ്പ് വന്നായിരുന്നോ? 1 1/4 എന്ന് ഉത്തരം ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യം 1 6 എടുത്തു. 6 എടുക്കണല്ലോ, 1 6 എടുത്താലും പോരെ. എന്നിട്ട് x = -y കിട്ടി, അതിന്റെ വാല്യൂ എനിക്ക് കിട്ടി. അതൊക്കെ ആയി. പിന്നെ രണ്ടാമത് ചെയ്തപ്പോ x = 4y കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എക്സിന് 4ഉം വൈക്ക് 1ഉം കൊടുത്തു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ലോജിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്. എക്സിന് 4ഉം വൈക്ക് 1 കൊടുത്താൽ കറക്റ്റ് ആണെന്നോ? അപ്പൊ കറക്റ്റ്. ഇനി അത് പക്ഷേ തിരിഞ്ഞുപോയി, അത് തിരിഞ്ഞുപോയി. എന്താന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ഒരു കാര്യം എപ്പോഴും തപ്പല് വരുവേ. ക്ലിയർ ആകുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിത് ഐഗൻ വാല്യൂ എടുക്കുമ്പോഴല്ല, ലാംഡ എടുക്കുമ്പോഴ് 1ഉം 6 എടുത്താലും കുഴപ്പമില്ല അല്ലെ? 6 1 എടുക്കുന്നതിന് പകരം. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു വന്നേ. പക്ഷെ എനിക്ക് ആൻസറും കിട്ടി. അപ്പൊ ഞാൻ ശരിയാവുന്ന ഓർത്തൊരു സാധനം, പക്ഷെ തെറ്റി പോയി. വേറൊന്നുമില്ല. ബാക്കി മറ്റേ കിട്ടിയായിരുന്നേ. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെ എഴുതാണോ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നില്ലേ? അത് ഡിസ്കസ് ചെയ്തില്ല. ഞാൻ പറയാന്നോ? ഒരു 4-5 ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിന്റെ ആൻസർ ഞാൻ അത് എഴുതിയിട്ടില്ല. മറ്റേതിന്റെ എഴുതിയിട്ടില്ല. ഏത് മറ്റൊരു സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്
എന്താ ഒരു പ്ലെയിന് പോകുന്നത്? അത് ഞാൻ ഇപ്പൊ ചെയ്തല്ലോ.